വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. സൈലന്റ് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാ, വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാ. നമ്മുടെ ബാച്ചുകളുണ്ട്, അതിലോടി ഇങ്ങനെ സ്ക്രോൾ ഓടി പോകുന്നുണ്ടാവും. അതിലൊക്കെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഡീറ്റെയിൽസ് ഒക്കെ അറിയാം കേട്ടോ. അപ്പോൾ ആദ്യം വന്നത് ശ്രുതി ടീച്ചർ വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ, പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ചോദ്യങ്ങൾ തപ്പി നടക്കാറില്ലേ. അപ്പൊ എന്റെ പേര് ശ്രുതി എന്നാണ്. ശ്രുതി ടീച്ചർ എന്ന് വിളിക്കാം, നിങ്ങൾക്ക് മാളു മിസ് എന്നൊക്കെ വിളിക്കാം. അപ്പൊ ശ്രുതി ടീച്ചർ ഇന്ന് പറയുന്നത് ഒരു പരീക്ഷാ ചോദ്യമാണ്. ഇതാ ഇവിടെ ഒരു ചിത്രവും ഒരു വിവരണവും തന്നിട്ടുണ്ട്. മുൻ വർഷ ചോദ്യമാണ്, അത് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ഞാൻ തന്നത് കേട്ടോ. ഇതാ ചോദ്യം നോക്കൂ. അനന്തുവിന് സൈക്കിൾ സവാരി ഇഷ്ടമാണ്, സൈക്കിൾ ഓടിക്കാൻ ഇഷ്ടമാണ്. ഒരു ദിവസം സൈക്കിളിൽ അതിവേഗം സഞ്ചരിക്കുമ്പോൾ സൈക്കിൾ ഒരു പാവം നാടോടി പെൺകുട്ടിയുടെ ദേഹത്ത് പോയിടിച്ചു. അവൾ താഴെ വീണു. അവൻ അവളെ മെല്ലെ എഴുന്നേൽപ്പിച്ച് സമാധാനിപ്പിച്ചു. മുറിവുകളെല്ലാം കഴുകി വൃത്തിയാക്കി. പിന്നീട് എല്ലാ ദിവസവും എന്തെങ്കിലും സമ്മാനവുമായി അവൻ അവളെ കാണാനെത്തും. ഒരു ദിവസം കൊടുത്തത് ഒരു പുസ്തകമാണ്. എനിക്ക് വായിക്കാൻ അറിയില്ല, അവള് പറഞ്ഞു. അതിനെന്താ, ഞാൻ വായിച്ചു തരാം. കഥകളും പാട്ടുകളുമായി ദിവസങ്ങൾ പോയതറിഞ്ഞില്ല. അനന്തുവിന്റെ സഹായത്തോടെ അവൾക്കിപ്പോൾ എഴുതാനും വായിക്കാനും അറിയാം. എന്താ പറയുന്നത്? അനന്തു എന്ന് പറഞ്ഞ കുട്ടി ഒരു ദിവസം സൈക്കിൾ ഓടിച്ചു പോകുമ്പോ ഒരു നാടോടി പെൺകുട്ടിയെ തട്ടി വീണു അല്ലെ. അവന്റെ സൈക്കിൾ ഒരു നാടോടി പെൺകുട്ടിയുടെ ദേഹത്ത് തട്ടി, അവള് വീണു. അവൻ അവളെ എഴുന്നേൽപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്തു. മുറിവുകളൊക്കെ കഴുകി വൃത്തിയാക്കി. പിന്നീട് എല്ലാ ദിവസവും അനന്തു ആ കുട്ടിയെ കാണാൻ പോകും. ആരോരുമില്ലാത്തൊരു കുട്ടിയാണല്ലേ. അപ്പോ എന്നൊരു സമ്മാനമൊക്കെ കൊടുക്കും. ഒരു ദിവസം അവൾക്ക് സമ്മാനം കൊടുത്തത് എന്താണ്? ഒരു പുസ്തകമാണ് അനന്തു. അപ്പൊ അനന്തു പറയും, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ അറിയില്ല, എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറയും. അപ്പോൾ എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ സമയത്ത് അനന്തു പറയും, സാരില്ല, ഞാൻ പഠിപ്പിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഞാൻ വായിച്ചു തരാമെന്നും പറഞ്ഞിട്ട് അവൾക്ക് പിന്നീട് കഥകളും പാട്ടുകളും ഒക്കെ പറഞ്ഞു കൊടുത്തും അല്ലെ പഠിപ്പിച്ചു കൊടുത്തും ആ കുട്ടിയെ എഴുത്തും വായനയും പഠിപ്പിക്കുന്ന ഒരു കുട്ടിയാക്കി മാറ്റുകയാണ് ചെയ്തത്. അനന്തു ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു കുറിപ്പ് എഴുതുക. ഈ ഒരു ചിത്രവും തന്നിട്ടുണ്ട്, കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഒരു കുറിപ്പ് എഴുതണം. പറ്റുമോ? അനന്തു എന്നുള്ള പേരിലെ നമ്മുടെ സൈലത്തിലെ അനന്തു സാർ എന്ന് പറയുന്നത് ഒരുപാട് ഹാപ്പിനെസ് പ്രൊജക്റ്റിലൂടെയൊക്കെ നല്ല പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു വണ്ടർ ആണല്ലേ അനന്തു സാർ എന്ന് പറയുന്നത്. അതേപോലെ ഈ പേരും അനന്തു എന്നായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞങ്ങളെ സൈലത്തിലെ അനന്തു സാറിനെ പോലെ ഒരു കുട്ടി അല്ലേ. അപ്പോൾ ഇതൊരു കുറിപ്പായിട്ട് എഴുതുമ്പോൾ നമുക്കൊരു പേര് കൊടുക്കണം അല്ലേ. നിങ്ങൾക്ക് കഥ ടീച്ചർ പറഞ്ഞു തന്നു എന്താണ് സംഗതി എന്ന്. ഇനി ഞാൻ പേര് കൊടുത്തത് നന്മയുടെ നിറം എന്നാണ്. നന്മയുടെ നിറം. നന്മകൾക്ക് നിറം കെടുകയും തിന്മകൾക്ക് നിറച്ചു വർണ്ണ ചന്തവുമുള്ള ഈ കാലത്ത് അനന്തുവിനെ പോലുള്ള കുട്ടികൾ സമൂഹത്തിന് മാതൃകയാണ്. തനിക്ക് പറ്റാവുന്ന സഹായം ചെയ്ത് മറ്റുള്ളവർക്കൊരു തണലാവാൻ എല്ലാവർക്കും കഴിയാറില്ല. ഈ സമയമില്ലായ്മയുടെ കാലത്തും പുതിയ തലമുറയിൽ നന്മയുടെ പൂക്കളാവാൻ അനന്തുവിനെ പോലെ ചിലരെങ്കിലും ശ്രമിക്കുന്നു എന്നത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. നമ്മൾ കുട്ടികൾ തന്നെ ഇത്തരം പ്രവൃത്തികൾക്ക് മുൻകൈയെടുത്താൽ മറ്റുള്ളവർക്ക് അതൊരു താങ്ങാവും. അനന്തു ചെയ്തതും വലിയൊരു കാര്യമാണ്. ആ പ്രവൃത്തി കാരണം ഒരു കുട്ടിയുടെ ജീവിതം തന്നെ വെളിച്ചമാവുകയും അനന്തു എന്ന കുട്ടി നന്മയുടെ പ്രതീകമാകുകയും ചെയ്യുന്നു അല്ലേ. അപ്പൊ അനന്തു എന്ന കുട്ടി ഇവിടെ നന്മയുടെ പ്രതീകമാകുകയും ചെയ്യുന്നു. നല്ലൊരു കാര്യമാണ് അല്ലേ. ഈ ഒരു തലമുറയില് അനന്തുവിനെ പോലെ ഒരു കുട്ടി ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് എന്നും പറഞ്ഞ് നമുക്ക് ഇങ്ങനൊരു കുറിപ്പ് എഴുതാം. ടീച്ചർ എഴുതിയ തുടക്കം കണ്ടോ നിങ്ങളെ? നന്മകൾക്കു നിറം കെടുന്നൊരു കാലമാണുണ്ണീ, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണീ. മുരുകൻ കാട്ടാക്കടയുടെ നെല്ലിക്ക എന്ന് പറയുന്ന ഒരു കവിതയുടെ ഭാഗമാണത്. അപ്പൊ അത് ഞാൻ ടീച്ചർ തുടക്കത്തില് ഒരു നല്ല തുടക്കം കിട്ടാൻ വേണ്ടി കൊടുത്തതാണ്. നന്മകൾക്ക് നിറം കെടുകയും തിന്മകൾക്ക് നിറച്ചു വർണ്ണ ചന്തവുമുള്ള ഈ കാലത്ത് എന്നിട്ടോ. ആ കവിതയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടിട്ട് എഴുതിയതാണത്. അപ്പോൾ ഈ ഒരു ലഘു കുറിപ്പ് ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നന്മയുടെ പ്രതീകമായ ഒരു കുട്ടിയുടെ കഥ.
ഇങ്ങനെ ലഘുക്കുറിപ്പുകൾ ചിത്രമൊക്കെ തരികയാണെങ്കിലും മക്കൾ അടിപൊളിയായിട്ട് എഴുതണം. അപ്പോൾ എല്ലാ പരീക്ഷയ്ക്ക് അപ്പുറമുള്ള കാര്യങ്ങൾക്കും എല്ലാം ഞങ്ങളുടെ സൈലത്തിലെ ഓരോ ടീച്ചേഴ്സും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. മറന്നു പോകാതെ എല്ലാവരും വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പരീക്ഷയ്ക്ക് അടിപൊളി എഴുതാൻ പറ്റും. ടീച്ചർ എപ്പോഴും കൂടെ ഉണ്ട്. അപ്പോൾ ശ്രുതി ടീച്ചർ ഇപ്പൊ പോവാണ്. ടാറ്റാ.